യുടെ വികസന ചരിത്രത്തിൽ സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് യാഥാർത്ഥ്യമായ ഇത്തിഹാദ് റെയിൽവേ ഇന്ന് രാജ്യത്തെ നഗരങ്ങളെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുപ്രധാന നാഡീ ഞരമ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ മിനിറ്റുകൾക്കുള്ളിൽ സാധ്യമാകുന്ന ഈ അത്യാധുനിക യാത്രാ സംവിധാനം ഗൾഫ് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ പൊതുഗതാഗത വിപ്ലവങ്ങളിലൊന്നാണ്. എന്നാൽ ഈ ആധുനിക യാത്രാസുഖം ആസ്വദിക്കുമ്പോൾ യാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ട്രെയിൻ യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കുന്നതിനായി ഇത്തിഹാദ് റെയിൽവേ അധികൃതർ കർശനമായ പെരുമാറ്റച്ചട്ടങ്ങളും നിയമലംഘകർക്കുള്ള പിഴകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിസ്സാരമെന്ന് കരുതുന്ന അശ്രദ്ധകൾക്ക് പോലും വൻതുക പിഴയായി നൽകേണ്ടി വരുമെന്നതാണ് പുതിയ യാത്രാ ചട്ടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. 100 ദിർഹം മുതൽ 10,000 ദിർഹം വരെ നീളുന്നതാണ് ഈ പിഴ ശിക്ഷകൾ. അതിനാൽ ഇത്തിഹാദ് റെയിലിൽ കയറുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെയും അവ ലംഘിച്ചാൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ച് നിങ്ങൾ വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട അടിസ്ഥാനപരമായ അച്ചടക്കവും മാന്യതയും ഉറപ്പുവരുത്തുന്നതിനായി 200 ദിർഹം പിഴ ചുമത്താവുന്ന നിരവധി നിയമങ്ങളാണ് അധികൃതർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ട്രെയിനിലെ സീറ്റുകളിൽ സുഖമായി ഇരിക്കുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ശീലമാണ് മുൻപിലത്തെ സീറ്റുകളിലേക്ക് കാലുകൾ കയറ്റി വെക്കുക എന്നത്. എന്നാൽ ഇത്തിഹാദ് റെയിലിൽ ഇത്തരത്തിൽ സീറ്റുകളിൽ കാല് കയറ്റിയിരുന്നാൽ 200 ദിർഹം പിഴയായി നൽകേണ്ടി വരും. ഇതോടൊപ്പം ട്രെയിനിലോ സ്റ്റേഷൻ പരിസരങ്ങളിലോ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കടുത്ത നിയമലംഘനമാണ്. കൃത്യമായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുകയോ യാത്ര ചെയ്യാൻ അർഹതയില്ലാത്ത ഇളവുകളുള്ള കൺസെഷൻ ടിക്കറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ ഇതേ തുക തന്നെ പിഴ ഈടാക്കും. മറ്റൊരാളുടെ പേരിൽ റിസർവ് ചെയ്ത സീറ്റിൽ അനുവാദമില്ലാതെ ഇരിക്കുന്നതും തനിക്ക് അനുവദിച്ച ക്ലാസ് അല്ലാത്ത കോച്ചുകളിൽ യാത്ര ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ മദ്യപിച്ചോ സ്റ്റേഷനിലോ ട്രെയിനിലോ പ്രവേശിക്കുന്നതും മദ്യപാനീയങ്ങൾ കൈവശം വെക്കുന്നതും 200 ദിർഹത്തിന്റെ പിഴശിക്ഷ ക്ഷണിച്ചു വരുത്തും. ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടും പ്ലാറ്റ്ഫോം ഒഴിഞ്ഞു പോകാതിരിക്കുകയോ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നതും ഇതേ വിഭാഗത്തിൽപ്പെടുന്ന കുറ്റങ്ങളാണ്. യാത്രക്കാരുടെ സമാധാനപരമായ യാത്രയ്ക്കും സുരക്ഷയ്ക്കും ഭംഗം വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾക്ക് 500 ദിർഹമാണ് പിഴയായി നിശ്ചയിച്ചിരിക്കുന്നത്. ട്രെയിനുകൾക്കുള്ളിലോ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലോ പുകവലിക്കുന്നതും സിഗരറ്റുകൾ അഥവാ വേപ്പിംഗ് നടത്തുന്നതും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. സഹയാത്രികർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യുന്നത് കർശനമായി തടയും. പൊതുസ്ഥലങ്ങളിൽ തുപ്പുക, സ്റ്റേഷനുകളും ട്രെയിനുകളും വൃത്തികേടാക്കുക എന്നിവയും 500 ദിർഹം പിഴ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ട്രെയിൻ സർവീസുകൾ വൈകുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള അനാവശ്യ ഇടപെടലുകൾ നടത്തുന്നവർക്കും ഈ ശിക്ഷ തന്നെ ലഭിക്കും. ഇതിനു പുറമെ അധികൃതരിൽ നിന്ന് മുൻകൂട്ടി രേഖാമൂലം അനുമതി വാങ്ങാതെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ട്രെയിനിലോ സ്റ്റേഷനിലോ ചിത്രീകരണങ്ങളും ഫോട്ടോഗ്രാഫിയും നടത്താൻ പാടുള്ളതല്ല. അങ്ങനെയുണ്ടായാൽ ക്യാമറകൾക്കും ഉപകരണങ്ങൾക്കും ഒപ്പം വൻതുക പിഴയും ഒടുക്കേണ്ടി വരും. സുരക്ഷാ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് 5000 ദിർഹം വരെയാണ് അധികൃതർ പിഴ ഈടാക്കുക. ട്രെയിൻ വാതിലുകൾ അടയുന്നത് തടസ്സപ്പെടുത്തുകയോ അതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ വാതിൽ ബലമായി തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവൃത്തികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കും. യഥാർത്ഥ അടിയന്തര സാഹചര്യങ്ങളില്ലാതെ എമർജൻസി ബ്രേക്കോ അലാമോ ദുരുപയോഗം ചെയ്യുന്നതും എമർജൻസി എക്സിറ്റുകൾ അനാവശ്യമായി തുറക്കുന്നതും 5000 ദിർഹം വരെ പിഴ ഈടാക്കാവുന്ന കുറ്റങ്ങളാണ്. റെയിൽവേ ട്രാക്കിലേക്ക് അനധികൃതമായി പ്രവേശിക്കുക, നിരോധിത മേഖലകളിൽ അതിക്രമിച്ച് കയറുക, ട്രെയിനിന് നേരെയോ പ്ലാറ്റ്ഫോമിൽ നിന്നോ വസ്തുക്കൾ എറിയുക എന്നിവയും ഈ പരിധിയിൽ വരുന്നുണ്ട്. റെയിൽവേ സ്വത്തുക്കൾക്ക് നാശനഷ്ടം വരുത്തുന്നതും ഗ്രാഫിറ്റികൾ വരച്ച് വണ്ടികളും സ്റ്റേഷനുകളും വികൃതമാക്കുന്നതും വലിയ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള മറ്റ് ഗുരുതര കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി 10,000 ദിർഹം വരെ പിഴ ചുമത്താൻ പുതിയ നിയമം അനുശാസിക്കുന്നുണ്ട്. യുടെ വികസന കുതിപ്പിൽ നിർണായക പങ്കുവഹിക്കുന്ന ഇത്തിഹാദ് റെയിൽവേയുടെ യാത്ര കൂടുതൽ സുരക്ഷിതവും അന്താരാഷ്ട്ര നിലവാരമുള്ളതുമാക്കാൻ ഈ കർശന നിയമങ്ങൾ അനിവാര്യമാണ്. പൊതുമുതൽ സംരക്ഷിക്കേണ്ടതും സഹയാത്രക്കാരുടെ അവകാശങ്ങളെ മാനിക്കേണ്ടതും ഓരോ പൗരന്റെയും സന്ദർശകന്റെയും കടമയാണ്. ട്രെയിൻ പുറപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ സ്റ്റേഷനിൽ എത്തുകയും കൃത്യമായ യാത്രാരേഖകൾ കൈവശം വെക്കുകയും ചെയ്യുന്നത് വഴി അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഉത്തരവാദിത്തമുള്ള യാത്രക്കാരായി മാറുമ്പോൾ മാത്രമേ ഇത്തിഹാദ് റെയിൽവേ വിഭാവനം ചെയ്യുന്ന സുരക്ഷിതവും സുഗമവുമായ യാത്രാ അനുഭവം പൂർണ്ണ അർത്ഥത്തിൽ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.